മഞ്ജു വാര്യരുടെ ഒരു വർത്തമാനത്തോടു കൂടിയാണല്ലോ ഇത് കുറ്റാരോപണം ദിലീപിന്റെ നേരിലേക്ക് വന്നത്. പക്ഷെ അന്ന് വന്നത് മുതൽ എന്തൊക്കെയാണ് ദിലീപ് ഈ കേസിൽ നിന്ന് ഊരാൻ വേണ്ടി ചെയ്തത്? ആദ്യം മുഖ്യമന്ത്രിക്ക് കത്ത് എഴുതുന്നു. മുഖ്യമന്ത്രി പറയുന്നു, എനിക്ക് 3-4 ദിവസമായിട്ട് ഉറക്കമില്ല, എന്നെ പഴിചാരുന്നു, എനിക്ക് സംശയമുണ്ടോ പോലെ. ശ്രീ ബൈജു കൊട്ടാരക്കര ഒന്ന് ഇടപെട്ട് ചോദിച്ചോളട്ടെ. താങ്കൾ ഇപ്പോൾ പറഞ്ഞു കേസ് അന്വേഷണം നടന്നു, കേരള മനസാക്ഷി ആഗ്രഹിക്കുന്നതും കൃത്യമായ ഒരു ശിക്ഷ ഈ ആൾക്ക് ലഭിക്കണം, അല്ലെങ്കിൽ ഈ കുറ്റക്കാർക്ക് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് താങ്കൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. കേസിന്റെ വിചാരണ വേളയിൽ നമ്മൾ കണ്ടതാണ് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ. ഒരു പക്ഷേ എല്ലാം ഉണ്ട്, ആൾബലമുണ്ട്. അദ്ദേഹം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നല്ലേ, സംസാരിക്കുകയാണ്. ശരി, യെസ്, അദ്ദേഹത്തിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. അതിനു മുൻപ് ഇപ്പോൾ നമുക്ക് മറ്റൊരു അതിഥി കൂടിയുണ്ട്, അജിത് വട്ടിയൂർക്കാവ്. ഒരു നടി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട നീചമായ ഒരു കൃത്യം നിർവഹിക്കപ്പെട്ട ഒരു കേസാണിത്. ആ കേസിൽ ആ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണമെന്ന് കേരള മനസാക്ഷി എല്ലാവരും ആഗ്രഹിക്കുന്നു. താങ്കളും ആ ആഗ്രഹത്തോടൊപ്പമാണ് എന്ന് കരുതട്ടെ. തീർച്ചയായിട്ടും അതിജീവിതയ്ക്ക് നീതി വേണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ ഇവിടെ ദിലീപിനെ എങ്ങനെയാണ് ഇതിലോട്ട് വലിച്ചഴിച്ചത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ